ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇവിടെ കുറച്ച് എക്സ്പ്രഷൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ഈ എക്സ്പ്രഷൻസിന്റെ പേരാണ് ക്രോൺ എക്സ്പ്രഷൻസ്. അപ്പോൾ എന്താണ് ക്രോൺ എന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. ക്രോൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെർവർ സൈഡിൽ എന്തെങ്കിലും ഒരു ടാസ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ റൺ ചെയ്യണം. അങ്ങനെ റൺ ചെയ്യണമെങ്കിൽ നമ്മൾ ക്രോൺ യൂസ് ചെയ്യും. അപ്പോൾ ക്രോൺ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇത്തരം എക്സ്പ്രഷൻസ് അതിൽ ഡിഫൈൻ ചെയ്യും. അതിനനുസരിച്ചായിരിക്കും ഒരു പെർട്ടിക്കുലർ ടാസ്ക് റൺ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റ് ഒരു എന്താ പറയുക, എല്ലാ ദിവസവും 9 മണി രാവിലെ അത് റൺ ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ക്രോൺ എക്സ്പ്രഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഈ ഒരു രീതിയിൽ ഡിഫൈൻ ചെയ്യും. അതേപോലെ സെയിം സ്ക്രിപ്റ്റ് എനിക്ക് എല്ലാ മണിക്കൂറിലും റൺ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എക്സ്പ്രഷൻ ഇങ്ങനെയാണ് എഴുതുക. അതേപോലെ എല്ലാ 15 മിനിറ്റിലും എനിക്ക് ഒരു ടാസ്ക് ചെയ്യണമെങ്കിൽ ഞാൻ ക്രോൺ എക്സ്പ്രഷൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. അപ്പം ഇതേപോലത്തെ പല രീതിയിലുള്ള പാറ്റേൺസ് വെച്ചിട്ടാണ് നമ്മൾ ക്രോണിന്റെ എക്സ്പ്രഷൻസ് ഡിഫൈൻ ചെയ്യുക. പക്ഷേ നമ്മൾ ഇപ്പോൾ പുതുതായിട്ട് ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഇങ്ങനത്തെ എക്സ്പ്രഷനൊക്കെ കണ്ടാൽ അതിൻ്റെ പ്രോപ്പർ മീനിങ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് ഹ്യൂമൻ റീഡബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു ലൈബ്രറി ജാവാസ്ക്രിപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ക്രോൺസ്ട്രൂ. ക്രോൺസ്ട്രൂവിൻ്റെ ഗിറ്റബ് URL ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്കത് ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ അവർക്കൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ആ പ്ലേ ഗ്രൗണ്ട് ആണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ക്രോൺ എക്സ്പ്രഷൻസ് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രാൻസ്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഫുൾ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അതേപോലെ ഈ ഒരു ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ മാത്രമല്ല എല്ലാ ലാംഗ്വേജിലും, ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലും ഇവിടെ സപ്പോർട്ടഡ് ആണ്. നിങ്ങൾക്കത് നോക്കാം. ഇപ്പം ഞാൻ രണ്ടാമത്തെ എക്സ്പ്രഷൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് എന്താണെന്ന് ഇവിടെ കാണാൻ പറ്റും. എവരി അവർ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇങ്ങനത്തെ വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ക്രോൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.